പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ PC പുരുഷൻ, സ്വാഗതം ആശംസിച്ച ശ്രീ NN ബിജു, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ TR രാഹുൽ, ശ്രീമതി സൗഷ ലാലു, ശ്രീമതി രേഖ ജയപാലൻ, ശ്രീ രാകേഷ് ഉണ്ണികൃഷ്ണൻ, ശ്രീ M ജയപാലൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, ഏറെ ആദരണീയരും ബഹുമാന്യരും ആയ എൻ്റെ ആത്മസഹോദരങ്ങളെ, മഹാനായ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് നാം ഇന്നുള്ളത്. ഈ ജന്മദിനം അതിൻ്റെ ആഘോഷവേളയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ രാജ്യം പലതരത്തിലുള്ള വിഭൽസന്ധികൾ നേരിടുന്ന ഘട്ടത്തിലാണ് അയ്യങ്കാളിയുടെ മഹത്തായ സ്മരണകൾ തിളങ്ങുന്ന ഓർമ്മകളായി നമ്മൾ ഹൃദയത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത്, ഒരു കടാവിളക്ക് പോലെ. എന്താണ് ആ സമകാലീന സാഹചര്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അവർണ ജനവിഭാഗങ്ങൾ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ പുരോഗതിയിലേക്കും ഇന്ന് കാണുന്ന സമത്വ സാഹോദര്യ സങ്കല്പങ്ങളിലേക്കും എത്തിച്ചേർന്നത് ഒരുപാട് പോരാട്ടങ്ങൾ നടന്നതിൻ്റെ ഫലമായിട്ടാണ്. അനവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന അന്തസ്സും ആത്മാഭിമാനവും ഒക്കെ അവർണ ദളിത ജനവിഭാഗങ്ങൾ നേടിയെടുത്തത്. UGC 2025 പുറപ്പെടുവിച്ച ഒരു റിപ്പോർട്ടിൽ, പ്രത്യേകിച്ച് അതിൻ്റെ കരിക്കുലം പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ, കെമിസ്ട്രിയുടെ ചട്ടക്കൂടിൽ ഏതാണ്ട് 300-ലധികം പേജുകളുള്ളതാണ് ആ ചട്ടക്കൂട്. ആ ചട്ടക്കൂടിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജിലുള്ളത് സരസ്വതിയുടെ ചിത്രമാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, സരസ്വതിയുടെ ചിത്രം വരുന്നതിൽ എന്താണ് പ്രശ്നം? ഇന്ത്യയിലെ പല ആളുകളും ആരാധിക്കുന്ന ഒരു ദൈവസങ്കല്പമല്ലേ സരസ്വതി? അത് ഈ കരിക്കുലത്തിൻ്റെ ആമുഖത്തിൽ വരുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്ന് നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ചേക്കാം. ഈ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാതെ മഹാനായ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളിലേക്ക് കടക്കുവാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഈ സമകാലീന ഇന്ത്യൻ സാഹചര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. കരിക്കുലത്തിൽ സരസ്വതിയുടെ ചിത്രം ഇടം പിടിക്കുന്നതിലൂടെ ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യൻ ബ്രാഹ്മണ്യം അടിച്ചമർത്തിയ ഇന്ത്യയിലെ ദളിത കീഴോർ സമൂഹങ്ങളിൽപ്പെട്ട മനുഷ്യരെ വിദ്യയിലേക്ക് ഉയർത്തിയത് സരസ്വതിയാണ് എന്ന് പറയുന്നൊരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതിന് ആ ചിത്രം ഇടവരുത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, ഈ ബ്രാഹ്മണ ദൈവങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്നതല്ല ഈ വിദ്യാഭ്യാസ അവകാശം. അത് മഹാത്മാ അയ്യങ്കാളി പോരാടി നേടിയ തന്നതാണ് വിദ്യാഭ്യാസ അവകാശം എന്നുള്ളതാണ്. ഇന്ത്യയിലെ ദളിതരും അവർണരും പുലയരും പറയരും ഉൾപ്പെടെയുള്ള അവർണ ജനകോടികൾ വിദ്യാഭ്യാസത്തിനായിട്ട് കഷ്ടപ്പെടുമ്പോൾ ഈ സരസ്വതിയും മഹാലക്ഷ്മിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പാടത്തും പറമ്പിലും കഷ്ടപ്പെടുമ്പോൾ ഈ മഹാലക്ഷ്മിയും സരസ്വതിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഈ മഹാലക്ഷ്മിയും സരസ്വതിയൊന്നും നമ്മളെ അനുഗ്രഹിച്ചില്ല. നമ്മളുടെ കഷ്ടപ്പാട് മാറ്റിയത് ധീരനായ മഹാവീരനായ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളാണ്. ദളിത കീഴോർ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ മാറ്റി നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് എന്നുള്ളതാണ്. അതാണ് നമ്മളിന്ന് ഓർക്കേണ്ടത്. അതുകൊണ്ട് UGCയുടെ കരിക്കുലത്തിൽ സരസ്വതിയെ കെട്ടിയിറക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് എന്താണ്? സരസ്വതി ഞങ്ങളുടെ കയ്യിൽ വെച്ച് തന്നതല്ല വിദ്യാഭ്യാസ അവകാശം, മറിച്ച് മഹാത്മാ അയ്യങ്കാളി പൊരുതി നേടിത്തന്നതാണ് വിദ്യാഭ്യാസ അവകാശം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വേദിയിൽ പ്രഖ്യാപിക്കേണ്ടത്. ആ പ്രഖ്യാപനത്തിന് വലിയ അർത്ഥമുണ്ട്. ആ ചരിത്രത്തിലേക്ക് പോകുമ്പോഴാണ് വലിയ പോരാട്ടം നടത്തിയ തിളക്കമുള്ള
പോരാട്ടത്തിൻ്റെ അധ്യായങ്ങൾ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ വിരിഞ്ഞു വരിക. 1910 സർക്കാർ നേരിട്ട് തന്നെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്കൂളുകളിലേക്ക് പ്രവേശനം അനുവദിക്കണം എന്ന് അന്നത്തെ സർക്കാർ ഉത്തരവിട്ടു. ഭരിക്കുന്ന സർക്കാർ ആരാണെന്ന് നമുക്ക് ഓർമ്മ വേണം. ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഭരിക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. തിരുവിതാംകൂർ ഭരിക്കുന്നത് ഹിന്ദു രാജാക്കന്മാരാണ്. നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് ഈ ഹിന്ദു രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ഹിന്ദുക്കൾക്കെല്ലാം വളരെ സുഖവും സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടുമെന്നാണല്ലോ പൊതുവെ ഉള്ള ഒരു സങ്കല്പം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഹിന്ദു രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തിൽ കേരളത്തിൽ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ആരാണ്? അത് പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഹിന്ദു രാജാക്കന്മാരുടെ ഭരണം കാരണം കഷ്ടപ്പെട്ട് നടുവൊടിഞ്ഞത്. തിരുവിതാംകൂറിൽ മുറജപം നടക്കും. ഈ തിരുവിതാംകൂറിൽ മുറജപം നടക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ റോഡ് പണിയുന്നതിനായിട്ട് ചില സഹായങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ തിരുവിതാംകൂർ ഭരണകൂട അധികാരികൾ പറഞ്ഞത് മുറജപം നടക്കുകയാണ്, അതുകൊണ്ട് ആരെയും വിട്ടുതരാൻ സാധ്യമല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം മുറജപം, ഇപ്രാവശ്യത്തെ മുറജപം ലക്ഷദ്വീപ് മോഹൻലാലാണ് ഉദ്ഘാടനം ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ മുറജപം എന്ന് പറഞ്ഞ പരിപാടി എന്തായിരുന്നു നമ്മൾ അറിയേണ്ടതാണ്. മുറജപം എന്ന പേരിൽ കുനിഞ്ഞ് പുല്ല് പറിക്കാത്ത ബ്രാഹ്മണർ മൃഷ്ടാന്ന ഭോജനം നടത്തുന്ന പരിപാടിയുടെ പേരാണ് മുറജപം. അതാണ് മുറജപം എന്ന് പറഞ്ഞാൽ. ഒരു പണിയും ചെയ്യില്ല, ദേഹം അനങ്ങി ഒരു പണിയും ചെയ്യില്ല. അന്നുമില്ല, ഇന്നുമില്ല. ഇന്നും വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഒരു വ്യത്യാസവും വന്നിട്ടില്ല. നമ്മുടെയൊക്കെ പണം ഇങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ പ്രസാദം എറിഞ്ഞു തരുന്ന പരിപാടിയിലാണ് കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണർ ഇപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അയിത്തവും തൊട്ടുകൂടായ്മയും പോയി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. അത് പൊതുവീഴ്ചകളിൽ നിന്ന് പോയിട്ടുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അയിത്തവും തൊട്ടുകൂടായ്മയും സുരക്ഷിതമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ പ്രസാദം ഇപ്പോഴും എറിഞ്ഞു കൊടുക്കുന്നത്. അല്ലേ? പ്രസാദം എറിഞ്ഞല്ലേ തരുന്നത്? അതോ നിങ്ങളുടെ കയ്യിൽ സ്പർശിച്ചുകൊണ്ട് കയ്യിലോട്ട് വളരെ ആദരവോടുകൂടി വെച്ച് തരുമോ? ഇല്ല, പ്രസാദം എറിഞ്ഞു തരുന്നു ഇപ്പോഴും. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി ഒന്ന് രണ്ടാമത് വരേണ്ടി വരും ഇവരുടെ ഈ അയിത്തം ഇല്ലാതാക്കുന്നതിന് വേണ്ടി. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിനടുത്ത് ഒരു എമ്പ്രാന്തിരി, കറുത്ത നിറമുള്ളൊരു എമ്പ്രാന്തിരി പൂജാരിയായി വന്നു. ആ കറുത്ത നിറത്തിൻ്റെ പേരിൽ ആ എമ്പ്രാന്തിരിയെ ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ വിളിച്ചത് പൂണൂലിട്ട പെലയൻ എന്നാണ്. പുലയൻ എന്ന് പോലും അല്ല, പൂണൂലിട്ട പെലയൻ എന്നാണ്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്? മലയാളികൾ വലിയ പുരോഗമനകാരികളാണെന്ന് പറയുന്നുണ്ടെങ്കിലും മലയാളിയുടെ മനസ്സിൽ നിന്ന് ജാതി മൂല്യബോധങ്ങൾ ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ആ സ്ത്രീ അധിക്ഷേപകരമായിട്ട് സംസാരിച്ച ആ വാചകം. എന്ന് പറഞ്ഞാൽ പുലയരെല്ലാം വളരെ കുറഞ്ഞ മനുഷ്യരും മ്ലേച്ഛന്മാരുമാണ് എന്ന് പറയുന്ന ഭാഷാ പ്രയോഗമാണ് ആ സവർണ സ്ത്രീയുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നത്. കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. എത്ര സമുദായ സംഘടനകൾ അതിനെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കി? ഒരു പ്രക്ഷോഭം ഉണ്ടായില്ല. എല്ലാം വളരെ സുഗമമായിട്ട് പോവുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സമകാലീന കേരള സമൂഹത്തിൽ, സമകാലീന ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുകൊണ്ട് വേണം അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളെ സ്മരിക്കുവാൻ, അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ. അപ്പോൾ മാത്രമേ ആ പോരാട്ടങ്ങളുടെ മഹത്വം, ആ പോരാട്ടങ്ങൾ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ്, ആ പോരാട്ടങ്ങളുടെ സവിശേഷത എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. 1910 കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സംഭാഷണം തുടങ്ങിയത്. 1910 പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലായ്ക്കടുത്ത് പുല്ലാട് എന്ന് പറയുന്ന സ്ഥലം, ആ പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്ത് അയ്യങ്കാളി തൻ്റെ സാധുജനങ്ങളുമായി വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചു. വലിയ അടിയും ലഹളകളും ഉണ്ടായി. നമ്മൾ വിചാരിക്കുന്നത് അടിയല്ല നമ്മളുണ്ടാക്കിയെന്ന്. അങ്ങനെയാണല്ലോ കഥ. അടിയൊന്നും നമ്മളുണ്ടാക്കിയതല്ല, അയ്യങ്കാളി ഉണ്ടാക്കിയതല്ല. അടിയെല്ലാം സവർണർ സൃഷ്ടിച്ചതാണ്. കാരണം
ഒറ്റ ദളിതരും വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കരുത്, ഇതായിരുന്നു. പക്ഷേ മഹാനായ അയ്യങ്കാളി വിട്ടുകൊടുത്തില്ല. അയ്യങ്കാളി തൻ്റെ സാധുജനങ്ങളുമായി വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചു. വിദ്യാലയത്തിലേക്ക് ടി എ കേശവൻ ശാസ്ത്രി, പിന്നീട് കേശവൻ ശാസ്ത്രി എന്നറിയപ്പെടുന്ന കേശവൻ ഉൾപ്പെടെയുള്ള ആളുകൾ, കുട്ടികളായിരുന്ന കേശവൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഊന്നുപാറപ്പണിക്കർ ബോധം കെട്ട് വീണു എന്നാണ് ചരിത്രം. എന്താണ്? ഊന്നുപാറപ്പണിക്കർ ബോധം കെട്ട് വീണു. ഇതറിയണമെങ്കിൽ, ഊന്നുപാറപ്പണിക്കർ ബോധം കെട്ട് വീഴുന്നതിൻ്റെ സാംസ്കാരിക സന്ദർഭം അറിയണമെങ്കിൽ നമ്മളൊരു കഥ മനസ്സിലാക്കണം. ആ കഥയിലൂടെ കടന്നു പോയാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഊന്നുപാറപ്പണിക്കർ ബോധം കെട്ട് വീണത് എന്ന് നമുക്ക് ബോധ്യപ്പെടത്തുള്ളൂ. ഒരു കഥ പറയട്ടെ. നിങ്ങളെല്ലാവരും രാമനെ പറ്റി കേട്ടിട്ടുണ്ടാവാം. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. ഒരിക്കൽ അയോധ്യ രാജധാനിയുടെ മുമ്പിൽ ഒരു വൃദ്ധബ്രാഹ്മണൻ മരിച്ചുപോയ തൻ്റെ കുമാരൻ്റെ ശരീരവുമായി അയോധ്യ രാജധാനിയുടെ മുമ്പിൽ നിന്ന് വിലപിച്ചു. എൻ്റെ പുത്രൻ മരിക്കാൻ കാരണം രാമൻ്റെ ഭരണം ശരിയല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ മകൻ മരിച്ചുപോയത്. സാക്ഷാൽ ശ്രീരാമൻ വസിഷ്ഠാദി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി. മന്ത്രിമാരവരായിരുന്നു. ഇന്ത്യൻ ഭരണഘടന ഉള്ളതുകൊണ്ട് നമുക്കൊക്കെ ഇന്ന് മന്ത്രിമാരാകാം കേട്ടോ. രാമൻ്റെ ഭരണകാലമായിരുന്നെങ്കിൽ ബ്രാഹ്മണർ തന്നെ ആയിരിക്കും മന്ത്രിമാർ. എന്തായാലും വസിഷ്ഠാദി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണ കുമാരൻ മരിക്കാനിടയായത്? അപ്പോൾ വസിഷ്ഠാദികൾ പറഞ്ഞു, ഈ രാജ്യത്ത് ത്രൈവർണികന്മാർ മാത്രമേ തപസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് വിധി. പക്ഷേ ആ ത്രൈവർണികത്വത്തെ ഉല്ലംഘിച്ചുകൊണ്ട്, ആരൊക്കെയാണ് ത്രൈവർണികർ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ഇത്രയും ആളുകളെയാണ് ത്രൈവർണികർ എന്ന് വിളിക്കുന്നത്. ഇവരിൽ പെടാത്ത ശൂദ്രനായിട്ടുള്ള ഒരാൾ തപസ് ചെയ്തു. അതുകൊണ്ടാണ് ബ്രാഹ്മണകുമാരൻ മരിച്ചു പോയത് എന്നാണ് ആര് പറഞ്ഞത്? വസിഷ്ഠാദി ബ്രാഹ്മണർ ശ്രീരാമനെ അറിയിച്ചത്. രാമൻ ഈ വാർത്ത കേട്ട മാത്രയിൽ തപസ് ചെയ്യുന്ന ശൂദ്രനായ ശംഭൂകനെ തേടി ഹിമവൽ പാർശ്വത്തിലേക്ക് പോയി. അപ്പോൾ രാമൻ എന്ത് ചെയ്തു? രാമൻ തപസ് ചെയ്യുന്ന ശൂദ്രനായ ശംഭൂകനെ തേടി ഹിമവൽ പാർശ്വങ്ങളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ശൂദ്രനായ ശംഭൂകൻ തപസ് ചെയ്യുക. രാമൻ ശംഭൂകൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, നമ്മളൊക്കെ പുതുതായിട്ട് ഒരാളെ കണ്ട എന്താ ചോദിക്കുക? പേരെന്താണെന്നാണ് ചോദിക്കുക അല്ലേ? പക്ഷേ വാൽമീകിയുടെ രാമൻ ചെന്ന് ശംഭൂകനോട് ചോദിച്ചത് താങ്കളുടെ പേരെന്താണ് എന്നല്ല, താങ്കളുടെ ജാതി ഏതാണെന്നാണ്. കസ്യാം യോന്യാം, താങ്കളുടെ യോനി ഏതാണ്? ശംഭൂകൻ പറഞ്ഞു, ഞാൻ ശൂദ്രയോനിയാണ്, ശൂദ്രജാതിയിലാണ് ജനിച്ചത്. ശംഭൂകൻ ശൂദ്രജാതിയിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞ മാത്രയിൽ രാമൻ തൻ്റെ കൈകളിലിരുന്ന വാളെടുത്ത് ശൂദ്രനായ ശംഭൂകൻ്റെ തല വെട്ടി പിളർന്നു. ശൂദ്രനായ ശംഭൂകൻ മരിച്ചു വീണ മാത്രയിൽ ബ്രാഹ്മണ ബാലന് ജീവൻ തിരിച്ചു കിട്ടി. ഇതാണ് കഥ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഊന്നുപാറപ്പണിക്കർ ബോധം കെട്ട് വീണത്. പുലയരും പറയരും ആദിവാസികളും വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ച് ജ്ഞാനികളായി തീരുമെന്ന് ഭയപ്പെട്ടതിനാലാണ് ഊന്നുപാറപ്പണിക്കർ ബോധം കെട്ട് വീണത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ പുഷ്പവതിയോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായി കാണും. യഥാർത്ഥത്തിൽ ഇന്നലെ ഡോക്ടർ ബിജുവിൻ്റെ സിനിമ ഓസ്കാർ എൻട്രി ലഭിച്ചപ്പോൾ ഈ അടൂരിനെ പോലെയുള്ളവർ ബോധം കെട്ട് വീണ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിന് സാധ്യതയുണ്ട്. കാരണം അവർണജന സമുദായങ്ങൾ വിദ്യയിലേക്ക് അധികാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ കടുത്ത അസഹിഷ്ണുതയുള്ളവരാണ് ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണ നിഗൂഢ സംഘവും നിലീന ഭരണകൂടവും എന്നുള്ളതാണ് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മഹാത്മാ അയ്യങ്കാളി ഊരൂട്ടമ്പലത്തിലേക്ക് 1915 പഞ്ചമിയുമായി പ്രവേശിച്ചു. ചരിത്രപരമായ ഒരു വിദ്യാലയ പ്രവേശനമായിരുന്നു അത്.
അന്ന് രാത്രി തന്നെ സവർണ മേധാവികൾ ആ സ്കൂള് അഗ്നിക്കിരയാക്കി. അന്ന് അഗ്നിക്കിരയാക്കിയതിൻ്റെ ഭാഗമായി പൂർണ്ണമായും അഗ്നിക്ക് വിധേയപ്പെടാത്ത കത്തിച്ചാമ്പലാകാത്ത ബെഞ്ച് ഇപ്പോഴും ഊരൂട്ടമ്പലത്ത് ചരിത്രത്തിൻ്റെ ഏടുകൾ, ആ ചരിത്രത്തിൻ്റെ ഏടുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഊരൂട്ടമ്പലത്തിൽ ചെന്ന് നമുക്കിപ്പോഴും കാണാം. പറഞ്ഞു വന്നത്, ഇന്ന് നമുക്ക് ലഭ്യമായ വിദ്യാഭ്യാസ അവകാശങ്ങൾ നമ്മുടെ കുട്ടികൾ ഇന്ന് അന്തസ്സായിട്ട് വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമായത് ഏതെങ്കിലും കയ്യിൽ വീണയും വായിച്ചിരിക്കുന്ന യുവതിയുടെ സഹായം കൊണ്ടല്ല. കയ്യിൽ വീണ വായിക്കുന്ന യുവതി ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കയ്യിൽ വീണ വായിക്കുന്ന യുവതിയല്ല നമ്മളെ സഹായിച്ചത്. പകരം തലപ്പാവ്, തിളങ്ങുന്ന തലപ്പാവ് ധരിച്ച് വില്ലുവണ്ടിയിലേറി പാഞ്ഞുപോയ അയ്യങ്കാളിയുടെ പോരാട്ടമാണ് നമുക്ക് വിദ്യാഭ്യാസ പ്രദാനം ചെയ്തത്. അതുകൊണ്ട് തങ്കക്കിരീടം അണിഞ്ഞിരിക്കുന്ന വീണാപാണികളായ യുവതികൾ അവിടെ ഇരുന്നാൽ മതി. അവരുടെ അപാദാനങ്ങൾ പാടാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മഹാവീരനായ അയ്യങ്കാളിയുടെ അപാദാനങ്ങളാണ് ഇന്ന് പാടാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ചരിത്രപരമായ നിയോഗമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ സരസ്വതിയുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? വേദമാണ്. വേദം. ആ വേദത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊര് തദസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്രജായത എന്നാണ് സരസ്വതിയുടെ കയ്യിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടാകുന്നുവെന്നും പാദങ്ങളിൽ നിന്ന് ശൂദ്രൻ ഉണ്ടാകുന്നുവെന്നും മുഖത്ത് നിന്നുണ്ടാകുന്ന ബ്രാഹ്മണൻ ഉത്തമനും പാദങ്ങളിൽ നിന്നുണ്ടാകുന്ന ശൂദ്രൻ അധമനുമാണ് എന്ന് പറയുന്ന പുസ്തകമാണ് വേദം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൊയ്കയിൽ അപ്പച്ചൻ പാടി, ഹിന്ദുമതത്തിൻ പുറവഴിയെ ഞങ്ങൾ അനാഥരെന്ന പോൽ സഞ്ചരിച്ചു, ക്രിസ്തുമതത്തിൻ പുറവഴിയെ ഞങ്ങൾ അനാഥരെന്ന പോൽ സഞ്ചരിച്ചു. ഹിന്ദുമതക്കാരും കൂട്ടിയില്ലല്ലോ, ക്രിസ്തു മതക്കാരും കൂട്ടിയില്ലല്ലോ എന്ന പൊയ്കയിൽ അപ്പച്ചൻ പാടുന്നതിൻ്റെ സാരാംശം ഇതാണ്. ഈ വേദത്തിൽ നമ്മളെപ്പറ്റി യാതൊരു പരാമർശവും ഇല്ല. ഈ ഋഗ്വേദവും യജുർവേദവും സാമവേദവും രാമായണവും മഹാഭാരതവും ഒക്കെ തന്നെ നമ്മളെ ഏറ്റവും നികൃഷ്ടരായി കാണുന്ന ഗ്രന്ഥപാഠങ്ങളാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടം ഈ ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയത്, കേരളത്തെ ആധുനികവൽക്കരിച്ചത് അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളാണ്. ഇല്ലെങ്കിൽ ഇന്ന് കാണുന്ന കേരളം ഒരു നായർ കേരളമായി, ശൂദ്ര മലയാളമായിട്ട് ഒടുങ്ങി തീർന്നേനെ. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ നാടകത്തിൻ്റെ ഭാഗം ഇവിടെ വായിക്കാം. ആ നാടകം മറ്റാരുടേതുമല്ല, ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രസിദ്ധനായ നാടകൃത്ത്, നാടക സംവിധായകൻ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരിയുടെ സാധുജന പരിപാലകൻ എന്ന് പറയുന്ന നാടകത്തിൽ ഏതാനും വരികളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ആരാണ് സാധുജന പരിപാലകൻ? ആരാണ് സാധുജന പരിപാലകൻ? നിങ്ങൾ ഉത്തരം പറയണം. ആരാണ് സാധുജന പരിപാലകൻ? ആരാണ്? ഉത്തരവില്ലേ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഷൺമുഖവർദ്ധിനി സഭയിലെ അംഗങ്ങൾക്ക് ഇത്രയും സൗണ്ടേ ഉള്ളോ? ആരാണ് സാധുജന പരിപാലകൻ? അതെ, സാധുജന പരിപാലകൻ അയ്യങ്കാളി. നാടകത്തിൽ ഏതാനും ഭാഗങ്ങളൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചിരിക്കണം. ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ പൊലയനും പറയനും വില്ലുവണ്ടിയിൽ യാത്ര ചെയ്താൽ അവരുടെ ചോര കൊണ്ട് തിരുവിതാംകൂർ ചുവക്കണം. ശ്രീപത്മനാഭനാണേ സത്യം. രംഗം 1, വർഷം 1893. അയ്യങ്കാളി വില്ലുവണ്ടി വാങ്ങിയ വാർത്തയുടെ പരിഭ്രാന്തി പടരുന്ന ഒരു തെരുവ്. കുഞ്ഞാപ്പി: തമ്പ്രാനെ ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. പ്രമാണി: അതാരാണ്? കുഞ്ഞാപ്പി ചാന്നാനാണോ? എന്താണടാ നിനക്ക്? കുഞ്ഞാപ്പി: തമ്പ്രാന്മാരെ, വെങ്ങാനൂരിലെ ചാളകളിൽ എന്തെല്ലാമോ നടക്കുന്നെന്നാ എൻ്റെ വിചാരം. പ്രമാണി: നിൻ്റെ ഒരു വിചാരം? എടാ, വെങ്ങാനൂർ എന്താടാ, പുതുതായിട്ട് ഏതെങ്കിലും ദേവേന്ദ്രൻ വന്ന് ജനിച്ചോ? കുഞ്ഞാപ്പി: അതല്ല തമ്പ്രാന്മാരെ, വെങ്ങാനൂർ അയ്യങ്കാളി എന്നൊരു പൊലയനുണ്ട്, അവൻ്റെ മകൻ കാളി എങ്ങാണ്ടൂന്ന് ഒരു വില്ലുവണ്ടി മേടിച്ചെന്ന്.
പ്രമാണി. ഒരു പുലയൻ വില്ലുവണ്ടി വാങ്ങിച്ചെന്നോ? അവനാരാ വില്ലുവണ്ടി വിറ്റത്? അവൻ എന്തിനാ വില്ലുവണ്ടി? കുഞ്ഞാപ്പി: അതൊന്നും എനിക്കറിയില്ല എൻ്റെ തമ്പുരാനെ. ആ കാളിക്ക് അവരുടെ ഇടയിൽ വലിയ ഖ്യാതിയ, ഭയങ്കര അഭ്യാസിയാണത്രേ. പ്രമാണി: എന്തൊരഭ്യാസിയാണടേ? നമ്മുടെ നായർ പടയാളികളെ തോൽപ്പിക്കാനെ കൊണ്ട് എന്താണടേ അവരുടെ കയ്യിലുള്ളത്? കേൾക്കട്ട്. കുഞ്ഞാപ്പി: തമ്പ്രാക്കളെ, ആ കാളിയും കൂട്ടരും നിങ്ങളുടെ വഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യുമത്രേ. പ്രമാണി: വില്ലുവണ്ടിയിൽ പറയനും പലയനും കുറവനുമൊക്കെ നമ്മുടെ വഴിയിലൂടെ യാത്ര ചെയ്യുകയോ? നിനക്കെന്താടാ, തലയ്ക്ക് നൊസ്സായോ? കുഞ്ഞാപ്പി: സത്യമായും തമ്പുരാനെ, അവർക്കങ്ങനെ ഒരു പരിപാടി ഇട്ടോണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടാ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഇത്രയും ഓടി വന്നത്. പ്രമാണി: പൊലയൻ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യുകയോ? തല പോയാലും ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത്തരം ചിന്തകൾ മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഇതെല്ലാം കത്തിച്ച് ചാമ്പലാക്കിയേ ഇവന്മാരവസാനിപ്പിക്കൂ. പ്രമാണി: ശ്രീപത്മനാഭൻ്റെ നാട്ടില് പൊലയനും പറയനുമെല്ലാം വില്ലുവണ്ടിയിലും യാത്ര ചെയ്യുകയോ? അതും നമ്മുടെ വഴിയിലൂടെ? പറ്റില്ല. അങ്ങനെ ചിന്തിച്ചതിന് തന്നെ ഇവറ്റകളുടെ ചോര കൊണ്ട് തിരുവിതാംകൂർ ചുവക്കണം. ശ്രീപത്മനാഭനാണേ സത്യം. ഇങ്ങനെ തിരുവിതാംകൂർ പുലയരുടെ ചോര കൊണ്ട് ചുവപ്പിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത നായർ പ്രമാണിമാരെ, ഫ്യൂഡൽ നാടുവാഴി മേധാവികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളി അവരുടെ മാറിലൂടെ വില്ലുവണ്ടി പായിച്ചത്. ആ വില്ലുവണ്ടി പായിച്ചതിലൂടെയാണ് കേരളത്തിൽ ഒരു പൊതുമണ്ഡലം മഹാത്മാ അയ്യങ്കാളി സൃഷ്ടിച്ചത്. അതുവരെ പൊതുമണ്ഡലം ഉണ്ടായിരുന്നില്ല, പൊതുവഴികൾ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ പൊതുവഴി സൃഷ്ടിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ് പൊതുവഴി സൃഷ്ടിച്ചത്. കേരളത്തെ വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിച്ചത് ആരാണ്? അത് മഹാത്മാ അയ്യങ്കാളിയാണ്. എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന വിദ്യാലയം സൃഷ്ടിച്ചത് അയ്യങ്കാളിയാണ്. അതിനു മുമ്പുള്ള വിദ്യാലയങ്ങളെല്ലാം നായന്മാർക്കോ അല്ലെങ്കിൽ മറ്റു ചില സവർണ ജാതിക്കാർക്കോ മാത്രം പഠിക്കാനുള്ള പ്രത്യേകം വിദ്യാലയങ്ങളായി നിലനിർത്തിയ ഒരു സ്ഥാനത്ത് എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന വിദ്യാലയങ്ങൾ തുടങ്ങിയത് മഹാനായ അയ്യങ്കാളിയാണ്. എന്ന് മുതലാണ് സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചത്? കേരളത്തിൽ ഉച്ചക്കഞ്ഞി പദ്ധതി ആരംഭിച്ചത് മഹാനായ അയ്യങ്കാളിയുടെ പ്രജാസഭയിലെ അഭ്യർത്ഥനയ്ക്ക് ശേഷമാണ്. അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഉച്ചക്കഞ്ഞി വിതരണം ആരംഭിക്കുന്നതിന് പ്രോദ്ഘാടനം നിർവഹിച്ചത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. ഈ നാടകത്തിലെ രണ്ടാമത്തെ രംഗം സാധുജനം ജാതി വഴികളെ പൊതുവഴികളാക്കുന്നു. വാചകങ്ങൾ ശ്രദ്ധിക്കണം. സാധുജനം ജാതി വഴികളെ പൊതുവഴികളാക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുന്നത് അത് അടിത്തട്ട് ജനത സൃഷ്ടിച്ച നവോത്ഥാനമാണ്. അത് അയ്യങ്കാളിയുടെ സാധുജനങ്ങളായ പുലയരും പറയരും ദളിതരും സൃഷ്ടിച്ചതാണ് കേരളത്തിൻ്റെ നവോത്ഥാനം. അല്ലാതെ സവർണ ജനവിഭാഗങ്ങളിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതല്ല കേരളത്തിൻ്റെ നവോത്ഥാനം. ആ നവോത്ഥാനത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ചത് മഹാത്മാ അയ്യങ്കാളിയുടെ വിരോചിതമായ പോരാട്ടങ്ങളാണ്. വില്ലുവണ്ടിയിൽ തല ഉയർത്തിപ്പിടിച്ച് തലപ്പാവേന്തിയ കാളി, വണ്ടി വലിക്കുന്ന 2 വെള്ളക്കാളകൾ, ഇരുവശങ്ങളിലും അകമ്പടിയായ ഏതാനും കരിന്തലകൾ, ഇടവഴികളിൽ ചട്ടമ്പികൾ ഈ യാത്രയെ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെ കത്തിയൂരി ഭയപ്പെടുത്തിക്കൊണ്ട് അയ്യങ്കാളിയും സംഘവും കടന്നു പോവുകയാണ്. അയ്യങ്കാളിയും സംഘവും കടന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത് കേരളത്തെ മതനിരപേക്ഷവൽക്കരിച്ച, കേരളത്തെ ജനാധിപത്യവൽക്കരിച്ച, കേരളത്തെ സാഹോദര്യവൽക്കരിച്ച, കേരളത്തിൽ സമത്വത്തിൻ്റെ കാഹളമുയർത്തിയ ഒരു വലിയ യാത്രയായിരുന്നു വില്ലുവണ്ടി യാത്ര. യഥാർത്ഥത്തിൽ ഈ വില്ലുവണ്ടി യാത്രയെ നമുക്കേതിനോടെങ്കിലും താരതമ്യപ്പെടുത്താമെങ്കിൽ അത് ഫ്രഞ്ച് വിപ്ലവത്തോടാണ് നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത്. ഫ്രഞ്ച് വിപ്ലവത്തോടാണ് മഹാത്മാ അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയെ ആ വില്ലുവണ്ടി യാത്രയെ താരതമ്യപ്പെടുത്തേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഒരു താരതമ്യം ലോകചരിത്രത്തിൽ ആ താരതമ്യത്തിനായിട്ട് എടുക്കാമെങ്കിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന
മഹത്തായ തത്വവാക്ക് ഉയർത്തിപ്പിടിച്ച ഫ്രഞ്ച് വിപ്ലവത്തോടാണ് മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടത്തെ നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. അത്ര വലിയ പോരാട്ടമാണ് നടന്നത് എന്നുള്ളതാണ്. പെരിനാട് കലാപത്തിൻ്റെ ചരിത്രം, യഥാർത്ഥത്തിൽ പെരിനാട് മഹാവിപ്ലവം എന്ന് വേണം അതിനെ വിളിക്കാൻ. കല്ലേയും മാലയും പറിച്ചെറിയുന്നതിന് അമ്മമാരെ സഹോദരിമാരെ പ്രേരിപ്പിച്ചതിലൂടെ ആത്മാഭിമാനമുള്ള തുല്യ പൗര ശരീരങ്ങളായി മഹാത്മാ അയ്യങ്കാളി ഇന്ത്യയിലെ ദളിത കീഴോർ സമൂഹത്തെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കല്ലയും മാലയും ഉപേക്ഷിക്കാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തത്? കാരണം ദളിത മനുഷ്യരുടെ ശരീരങ്ങളെ പ്രത്യേകം പ്രത്യേകം ജാതി തിരിച്ചറിയാനുള്ള അടയാളങ്ങളാക്കി ഇന്ത്യൻ ബ്രാഹ്മണ്യം മാറ്റിയെടുത്തപ്പോൾ ആ ജാതി ശരീരങ്ങൾ എന്ന നിലയ്ക്ക് അടയാളപ്പെടുത്തുന്ന ജാതിയുടെ അടയാളങ്ങളായ കല്ലയും മാലയും ഉപേക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ദളിത മനുഷ്യരെ, കേരളത്തിലെ ദളിത മനുഷ്യരെ ആത്മാഭിമാനമുള്ള പൗരശരീരങ്ങളാക്കി മാറ്റുകയും മറ്റുള്ളവരോട് നിങ്ങൾ മറ്റു മനുഷ്യരോട് സഹഭാവത്തോടെ സഹോദരരോടെന്ന പോലെ പെരുമാറാനും മഹാത്മാ അയ്യങ്കാളി ആഹ്വാനം ചെയ്തൊരു പോരാട്ടമായിരുന്നു കല്ലയും മാലയും സമരവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക. അദ്ദേഹത്തിൻ്റെ പ്രജാസഭാ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ, വായിച്ചു നോക്കുകയാണെങ്കിൽ താരതമ്യമില്ലാത്ത അതുല്യമായ പോരാട്ടങ്ങളാണ് എന്ന് നമുക്ക് കാണാം. അദ്ദേഹം ശംഖുമുഖത്തും തിരുവനന്തപുരത്ത് വ്യത്യസ്ത ഭാഗങ്ങളിലും വെങ്ങാനൂരിലും ഒക്കെ തന്നെ സ്കൂളുകൾ ആരംഭിച്ചുകൊണ്ട് തങ്ങളുടെ കുട്ടികൾക്ക്, തൻ്റെ സമുദായത്തിലെ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിന് അഹോരാത്രം പ്രയത്നിച്ചു എന്നുള്ളതാണ്. അഹോരാത്രം പ്രയത്നിച്ചു. തൻ്റെ സമുദായത്തിൽ 10 BA-ക്കാരുണ്ടാകണമെന്ന് ആഗ്രഹിച്ച അയ്യങ്കാളി മഹാനായൊരു ദിഷണാശാലിയും ഏറ്റവും വലിയ ജ്ഞാനസ്വരൂപവുമായിരുന്നു എന്ന് പറയുന്നതിൽ നമ്മൾ ഒട്ടും മടിക്കേണ്ടതായിട്ടില്ല. കാരണം തൻ്റെ സമുദായം രക്ഷപ്പെടണമെങ്കിൽ അറിവും ബോധവുമുള്ള ഒരു തലമുറ ഉണ്ടാകണമെന്ന് ചിന്തിച്ച കേരളത്തിൻ്റെ, ആധുനിക കേരളത്തിൻ്റെ മഹാനായ ചിന്തകൻ കൂടിയാണ് അയ്യങ്കാളി എന്നുള്ളതാണ്. അയ്യങ്കാളിയെ കേവലം ഒരു പോരാളി മാത്രമല്ല, ഒരു ജൈവ ബുദ്ധിജീവിയും ഒരു ജൈവ ചിന്തകനും കൂടിയാണ് അയ്യങ്കാളി എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ പേർത്തും ഓർക്കണം. നമ്മൾ ചില കാര്യങ്ങൾ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട സന്ദർഭവും കൂടിയാണിത്. ബ്രാഹ്മണ്യം വളരെ ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ അയിത്തവും തൊട്ടുകൂടായ്മയും പ്രചരിപ്പിക്കുമ്പോൾ, അതിൻ്റെ ഗ്രന്ഥപാഠങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അയ്യങ്കാളിയെ നമ്മൾ മറന്നു പോകരുത്. കർക്കിടക മാസം കഴിഞ്ഞുപോയി അല്ലേ? കർക്കിടക മാസം നമ്മൾ അയ്യങ്കാളി ഓർക്കണം. കാരണം എന്താണ്? നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് ഈ രാമായണം പോലെയുള്ള പുസ്തകങ്ങൾ നമ്മളങ്ങ് പണ്ട് പുരാതന കാലം മുതലേ വായിച്ചിരുന്നു എന്നൊരു ചരിത്രപരമായ തെറ്റിദ്ധാരണയുണ്ട് നമുക്ക്. എന്നാൽ ആ തെറ്റിദ്ധാരണ വേണ്ട. നമുക്കൊന്നും ഈ പുസ്തകം വായിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇനി ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരായിരുന്നു അയ്യങ്കാളിയുടെ പോരാട്ടം എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്. എന്താണ് ഈ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ എഴുതിയിരിക്കുന്നത്? ബാലകാണ്ഡത്തിൽ പറയും, കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേൻ. ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണമെന്നാണ് എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ട് പറയുന്നത്. മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്കമാമടു. എഴുത്തച്ഛൻ്റെ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ്, ഭൂമിയിൽ നീ ബ്രാഹ്മണനായോ ക്ഷത്രിയനായോ വൈശ്യരായോ ജനിച്ചാൽ എന്നെ പൂജിക്കാം. അടുത്ത ജന്മത്തിന് വേണ്ടി അയ്യങ്കാളി കാത്തിരുന്നില്ല. ഈ ജന്മം ഇപ്പോൾ ഇവിടെ എൻ്റെ മക്കൾക്ക് വിദ്യാലയത്തിൽ പ്രവേശനം കിട്ടിയേ മതിയാവൂ എന്ന് പ്രതിജ്ഞ ചെയ്ത് പോരാടിയതിലൂടെ രാമായണത്തിൻ്റെ പ്രത്യയശാസ്ത്ര ഹിംസയ്ക്കെതിരായി കൂടിയാണ് അയ്യങ്കാളി പോരാടിയത് എന്ന് നമ്മൾ മറന്നു പോകരുത്. കാരണം ഈ രാമായണവും മഹാഭാരതവും നേടിത്തന്നതല്ല സ്വാതന്ത്ര്യം. ഈ രാമായണവും മഹാഭാരതവും ഒക്കെ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലെ മനുഷ്യർക്ക് അസ്വാതന്ത്ര്യവും അസമത്വവും അസാഹോദര്യവും പ്രദാനം ചെയ്യുന്ന ഗ്രന്ഥങ്ങളായിരുന്നു. എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടിൽ പാടും,
എഴുത്തച്ഛൻ. അച്ഛനെന്തിച്ഛയെന്നുച്ചയെന്നാൽ അതിലും ഇച്ഛയെന്നുറച്ചീഴണം അമ്മയും. അച്ഛൻ്റെ ഇച്ഛ എന്താണോ അതായിരിക്കണം അമ്മയുടെ ഇച്ഛ. ഇതിൻ്റെ പേരാണ് പുരുഷ മേധാവിത്വം. അച്ഛൻ കാലത്ത് ചപ്പാത്തി തിന്നാൻ ആഗ്രഹിച്ചാൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് അമ്മ എന്ത് ചെയ്യണം? ചപ്പാത്തിക്ക് മാവ് കുഴച്ചോണം. അതെന്താണ്? വീട്ടിലിരിക്കുന്ന ആണുങ്ങൾക്ക് ചപ്പാത്തി കുഴച്ചാൽ ചപ്പാത്തി കുഴയത്തില്ലേ? അവർ ചപ്പാത്തി ഉണ്ടായാൽ ചപ്പാത്തി തയ്യാറാവത്തില്ല, ചുട്ടെടുക്കാൻ കഴിയില്ലേ? അടിസ്ഥാനപരമായിട്ട് ഈ എഴുത്തച്ഛൻ്റെ രാമായണം പുരുഷ മേധാവിത്വം ഉറപ്പിക്കുന്ന പുസ്തകമാണ്. ഈ പുരുഷ മേധാവിത്വത്തിനെതിരെ കൂടിയാണ് അയ്യങ്കാളി പോരാടിയത്. അതുകൊണ്ടാണ് പഞ്ചമിയെ തന്നെ തിരഞ്ഞെടുത്തതിൽ അയ്യങ്കാളിയുടെ സ്ത്രീപക്ഷ രാഷ്ട്രീയം കൂടിയാണ് നമ്മളിന്ന് കാണേണ്ടത്. അച്ഛൻ്റെ ഇച്ഛ എന്താണോ അതായിരിക്കണം അമ്മയുടെ ഇച്ഛ എന്ന് രാമായണം പഠിപ്പിക്കുമ്പോൾ ആ രാമായണത്തിൻ്റെ പ്രത്യയശാസ്ത്ര ഹിംസയ്ക്കെതിരായി പഞ്ചമിയെയും കൊണ്ട് വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ച അയ്യങ്കാളി ഉയർത്തിപ്പിടിച്ച ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് നാം ഇന്ന് ആഴത്തിൽ തിരിച്ചറിയേണ്ടത്. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ പറയും, സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു. എന്താണ്? സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു. പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ആ പുസ്തകം ആര് തന്നെ വായിക്കും? സന്ധ്യക്കിരുന്ന് നമ്മൾ തന്നെ ഈണത്തിൽ വായിക്കും. സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു. ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. വെളിച്ചെണ്ണയുടെ വില എന്താ ഇപ്പം? വെളിച്ചെണ്ണയുടെ വില 420 മുകളിലാണ്. എള്ളെണ്ണയുടെ വില എന്താ? എള്ളെണ്ണയുടെ വില എത്ര? ചന്ദനത്തിരി, കർപ്പൂരം, ഇതിൻ്റെയൊക്കെ വില എന്താണ്? നമ്മൾ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്നതെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഈ വലിയ വിലയുള്ള വെളിച്ചെണ്ണ വാങ്ങിച്ച് നമ്മൾ സന്ധ്യക്കിരുന്ന് പാടുന്നത് എന്താണ്? ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമ. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വന്ന രാമാ എന്നെ രക്ഷിക്കണേന്ന് ഷൺമുഖ സമൃദ്ധിനി സഭ പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് ഭൂമി തന്നത് ഈ രാമനും കൃഷ്ണനും ഒന്നും അല്ല കേട്ടോ. നമുക്ക് ഭൂമി തന്നത് അയ്യങ്കാളിയാണ്. പ്രജാസഭയുടെ ആദ്യത്തെ പ്രഭാഷണത്തിൽ തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താണ്? ഭൂമിക്ക് വേണ്ടി പുലയർക്ക് ഭൂമി കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ രാമൻ ഉണ്ടായിരുന്നില്ല അന്ന്, ഈ കൃഷ്ണനും ഉണ്ടായിരുന്നില്ല, ഈ സീതയും ഉണ്ടായിരുന്നില്ല. അയ്യങ്കാളി മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ചരിത്രം മറന്നു പോകരുത്. പ്രജാസഭാ പ്രസംഗങ്ങളെല്ലാം ഒന്നുകൂടി എടുത്ത് വായിക്കണം, ഒന്നുകൂടി എടുത്ത് വായിക്കണം. അപ്പം നമുക്ക് ബോധ്യപ്പെടും ഇതൊക്കെ പോരാടി നേടിയതാണ്. ഈ ഭൂമിയുടെ മേലുള്ള അധികാരം, അധികാരം, അതാണ് പുലയർക്ക് വേണ്ടത്, ദളിതർക്ക് വേണ്ടത് എന്ന് ആഴത്തിൽ തിരിച്ചറിഞ്ഞ കേരളത്തിലെ മഹാനായ ചിന്തകനും പോരാളിയുമായിരുന്നു അയ്യങ്കാളി. അതുകൊണ്ടാണ് പ്രജാസഭയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ടത്. നമ്മളാണെങ്കിൽ എന്തായിരിക്കും ആവശ്യപ്പെടുക? രാമായണത്തിൻ്റെ മഹാഭാരതത്തിൻ്റെ കോപ്പി ആവശ്യപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ. നവരാത്രി വരുമ്പോൾ പൂജ വെക്കാനായി പുസ്തകം കൊണ്ടുപോയിട്ടും കാര്യമില്ല. ആ സന്ദർഭങ്ങളിൽ നമ്മുടെ കുട്ടികളെ അയ്യങ്കാളിയുടെ പോരാട്ടത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കണം. ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തിയ പോരാട്ടത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കണം. ആ പോരാട്ട ചരിത്രങ്ങളിലൂടെ മാത്രമേ നമുക്ക് വിമോചനാത്മകമായ പാത തുറക്കാൻ കഴിയൂ. നമ്മൾ തൊഴുന്നതെല്ലാം പൂണൂലിട്ട ദൈവങ്ങളെ അല്ലേ? പുലയരുടെ ദൈവങ്ങളൊന്നും പൂണൂലിട്ട ദൈവങ്ങളല്ല. കാരണം നമുക്കൊന്നും പൂണൂലില്ല. അതുകൊണ്ട് നമ്മുടെ ദൈവങ്ങൾക്കും എന്തില്ല? നമ്മുടെ ദൈവങ്ങൾക്കും പൂണൂലില്ല. നമ്മുടെ ദൈവങ്ങൾക്ക് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉള്ളത് ആർക്കാണ്? ബ്രാഹ്മണൻ്റെ ദൈവങ്ങൾക്കാണ്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. എങ്ങനെയാണ് അയ്യങ്കാളി നേടിത്തന്ന വിദ്യാഭ്യാസ അവകാശങ്ങളും ആത്മാഭിമാനത്തിൻ്റെ പ്രതീകവും നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ചോർന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് അഷ്ടമംഗല ദേവപ്രശ്നം. അഷ്ടമംഗല ദേവപ്രശ്നം നമുക്ക് ഏതെങ്കിലും കാവും കുളങ്ങളും ഒക്കെ കാണുമില്ലേ? നമുക്ക് മാടനും മറുതയും ആയിരമണി വല്യച്ഛനും ഒക്കെ കാണും. പക്ഷേ വീട്ടിലാരെങ്കിലും ഒന്ന് മരിച്ചു, അല്ലെങ്കിൽ കല്യാണം നടന്നില്ല, അല്ലെങ്കിൽ ഒന്ന് കാല് മുറിഞ്ഞു, എന്തെങ്കിലും ആട്ടെ എക്സ് ഓർ വൈ ഓർ ഇസഡ് സംഭവിച്ചാൽ ആർക്ക് കടക്കപ്പുറതിയില്ല? കാവിലിരിക്കുന്ന ദൈവത്തിന് കടക്കപ്പുറതിയില്ല. കയ്യിലൊരു ചൊറിച്ചിൽ വന്നു, പാമ്പിന് കടക്കപ്പുറതിയില്ല.
കല്യാണം നടക്കുന്നില്ല, ചൊവ്വയ്ക്ക് കിടക്കപ്പുറതിയില്ല. നാസ ചൊവ്വയിലേക്ക് പേടകം അയക്കുമ്പോൾ മലയാളികൾ ചൊവ്വ ക്ഷേത്രത്തിലേക്ക് പോവുക, ചൊവ്വാഴ്ച വ്രതവുമായിട്ട്. അയ്യങ്കാളി ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിച്ചില്ല. അദ്ദേഹം ക്ഷേത്രപ്രവേശന സമരത്തിൽ പങ്കുകൊണ്ടിരുന്നു. അതൊരു പൗരാവകാശ സമരം എന്ന നിലയ്ക്ക് മഹാത്മാ അയ്യങ്കാളി അതിന് ഭാഗവാക്കായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഈ ആധ്യാത്മികമായ ബ്രാഹ്മണികമായ ആധ്യാത്മികമായ പൊതുബോധത്തെ സംരക്ഷിക്കുന്നതോ വളർത്തുന്നതോ ആയ ഒരു പരിപാടിയിലും അദ്ദേഹം പങ്കുകൊണ്ടില്ല. സദാനന്ദ സ്വാമിയുടെ ചിൽസഭയിൽ ആദ്യകാലത്ത് അയ്യങ്കാളി പങ്കെടുത്തിരുന്നുവെങ്കിലും സദാനന്ദ സ്വാമിയോ ചിൽസഭയോ തൻ്റെ സമുദായത്തിന് ഒരു തരത്തിലുള്ള രക്ഷകൾ ഒരുക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് സദാനന്ദ സ്വാമികളെയും ചിൽസഭയെയും ഉപേക്ഷിച്ച് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുകയാണ് ആര് ചെയ്തത്? അയ്യങ്കാളി ചെയ്തത്. അല്ലാതെ അമ്പലം പണിഞ്ഞ് ദേവപ്രശ്നവും പരിഹാരക്രിയകളും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പരിപാടി. അത് നമ്മുടെ പരിപാടിയാണ്. അയ്യങ്കാളി ചെയ്തത് എന്താണ്? ഇതാണ് അയ്യങ്കാളി ചെയ്തത്. ഈ ചരിത്രം നമ്മൾ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ഒന്നുകൂടി വരാം. എങ്ങനെയാണ് അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളെ സമകാലീനമാക്കുക? അത് പറയാതെ ഈ വിഷയത്തിൽ നിന്നും തെന്നിമാറാൻ കഴിയില്ല, വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യമൊക്കെ നമ്മുടെ വീട്ടിലും ഉള്ളൂ. അതിന് ഈ ജ്യോത്സ്യന്മാരെ കണ്ട് പണം മുടക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. ജ്യോത്സ്യൻ്റെ പട്ടിണി മാറ്റാൻ നിങ്ങളുടെ അധ്വാനം വിലമതിക്കപ്പെടും, സംശയമില്ല. അഷ്ടമംഗലമായി, പ്രശ്നമായി, പൂജയായി, പരിപാടിയായി, മാടൻ പുറത്തും പൂണൂലിട്ട ദൈവങ്ങളകത്തും. ഇന്നലെ വരെ പൂജിച്ചുകൊണ്ടിരുന്ന കാരണവർ, നമ്മുടെ പുലയ സമുദായത്തിൽപ്പെട്ട കാരണവർ പുറത്തും ബ്രാഹ്മണനകത്തും. എൻ്റെ നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ KPMSൻ്റെ ഒരു അമ്പലമുണ്ട്, കേരള പുലയർ മഹാസഭയുടെ അമ്പലമുണ്ട്. പമ്പാ നദിയിൽ നിന്ന് കിട്ടിയ ഒരു ശിവലിംഗമാണ് അവരവിടെ പൂജിച്ചു വരുന്നത്. അപ്പോൾ കമ്മിറ്റിക്കാർക്കൊക്കെ ഒരു പൂതി, ഒരു അഷ്ടമംഗല ദേവപ്രശ്ന പരിഹാര ക്രിയ നടത്തി ഒരു വലിയ അമ്പലം പണിയാണ്. അപ്പോൾ എനിക്ക് ഈ ജ്യോതിഷവും തന്ത്രവും ഒക്കെ അറിയാവുന്ന കാരണം എന്നാൽ എന്നെ തന്നെ ആയിക്കളയാം അഷ്ടമംഗല ദേവപ്രശ്നം വെക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ദേവപ്രശ്നമൊന്നും വെക്കത്തില്ല, പക്ഷെ ഞാനെല്ലാം ജ്ഞാനദൃഷ്ടിയിലൂടെയാണ് കാണുന്നത്. അവർ സമ്മതിച്ചു, സാറ് ജ്ഞാനദൃഷ്ടിയിലൂടെ കണ്ടാൽ മതി, ഒരു കുഴപ്പമില്ല, അംഗീകരിച്ചു. ചെന്നു. പുലയ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് അവിടെ പൂജ ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ആളുകൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ക്ഷേത്രം പരിപാലിക്കുന്നു. അവിടെ ചെന്നു. അവരുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരു ബ്രാഹ്മണ തന്ത്രിയെ കൊണ്ടുവന്ന് പൂജ ചെയ്യണമെന്നാണ് അവരുടെ എല്ലാ ആഗ്രഹം. അപ്പം ഞാൻ ജ്ഞാനദൃഷ്ടിയുമായിട്ടാണല്ലോ അവിടെ ചെന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ പുലയ സമുദായത്തിൽപ്പെട്ട ഒരാൾ തന്നെ പൂജ ചെയ്യണമെന്നാണ് കാണുന്നത്. എൻ്റെ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ കേൾക്കുമോ? എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കേൾക്കുമോ? കാണുന്നത് എന്ന് പറഞ്ഞുകൂടി സംഗതി ശുഭം. എന്നാൽ അങ്ങനെ തന്നെ മതി. അപ്പം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കണക്കും കാര്യങ്ങളും അത് പുലയ സമുദായത്തിലെ ആൾ തന്നെ ചെയ്താൽ മതി എന്നാണ് കാണുന്നത്. എല്ലാം ശുഭകരമായി നടന്നു. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പായിപ്പാടിനടുത്തുള്ള ഈ മഹാദേവർ ക്ഷേത്രം വളരെ ഭംഗിയായി പോകുന്നുണ്ട്. ബ്രാഹ്മണർ പൂജിക്കാത്തത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴില്ല, അറബിക്കടലിൽ നിന്ന് തിരമാലകൾ ആർത്തു വന്നില്ല, ഒന്നും സംഭവിച്ചില്ല. എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പറഞ്ഞു വന്നത്, ഈ ഒരു മനോഭാവം നമ്മൾ വീണ്ടെടുക്കണം. എങ്ങനെയാണ് ബ്രാഹ്മണ്യം നമ്മളെ വിഴുങ്ങുന്നത്? ബ്രാഹ്മണ്യം നമ്മളെ വിഴുങ്ങുന്നത് നമ്മളുടെ അനുഷ്ഠാനാത്മകമായ അധികാരം കൈക്കലാക്കിക്കൊണ്ടാണ്. അനുഷ്ഠാനാത്മകമായ അധികാരം, നമ്മുടെ അനുഷ്ഠാനാത്മകമായ അധികാരം നമ്മൾ വിട്ടുകൊടുക്കരുത്. അത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. നമ്മുടെ കാവുകളിലും കുളങ്ങളിലും ഈ നമ്പൂതിരിമാരെയും ബ്രാഹ്മണരെയും പൂജാരിമാരായിട്ട് കൊണ്ടുവരരുത്. അങ്ങനെ മാത്രമേ നമുക്ക് അയ്യങ്കാളിയോട് ആദരവ് പുലർത്താൻ കഴിയൂ. അല്ലാതെ വർഷാവർഷം മീറ്റിംഗ് കൂടി മഹാത്മാ അയ്യങ്കാളിയെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തിയത് കൊണ്ട് അയ്യങ്കാളിയോട് ആദരവ് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അത് ഡോക്ടർ BR അംബേദ്കർ സൂചിപ്പിച്ചതുപോലെ ബ്രാഹ്മണിസത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിലൂടെ മാത്രമേ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളെ നമുക്ക് വർത്തമാനകാലത്ത് ഏറ്റെടുക്കാൻ കഴിയൂ. ബ്രാഹ്മണിസത്തെ അകറ്റി നിർത്തണം. എന്താണ് ബ്രാഹ്മണിസം? ഡോക്ടർ BR അംബേദ്കർ പറയുന്നു, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധസ്ഥാനമാണ് ബ്രാഹ്മണ്യം. ബ്രാഹ്മണ്യം എന്ത് ചെയ്യുന്നു? ബ്രാഹ്മണ്യം സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നില്ല, സമത്വം അംഗീകരിക്കുന്നില്ല, സാഹോദര്യം അംഗീകരിക്കുന്നില്ല.
ഈ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എല്ലാം നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തന്നത് അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ ഒരുപാട് പോരാടിയിട്ടാണ്, ഒരുപാട് അത്യധ്വാനം ചെയ്തിട്ടാണ്. ആ പോരാട്ടങ്ങളെ നിഷ്പ്രഭമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഇരിക്കാനുള്ള ധാർമ്മികമായ പ്രവൃത്തി ചെറുതെങ്കിലും നമ്മൾ കാണിക്കണം. അയ്യങ്കാളി സ്വപ്നം കണ്ട 10 BA-ക്കാരുണ്ടായി, 10 അല്ല 1000കണക്കിന് PhD-ക്കാരുണ്ടായി. ഉണ്ടായില്ലേ? ഉണ്ടായി. പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പുള്ള ആളുകൾ ഇന്ന് ഈ സമുദായത്തിലുണ്ട്. ഇന്ന് ഈ സമുദായത്തിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർമാരായി വിരമിച്ചവർ വരെയുണ്ട്. IAS-കാരും IPS-കാരും ഉണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി നമ്മളൊന്ന് പൊടി തട്ടി എടുക്കണം. എന്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സംഭാഷണം അവസാനിപ്പിക്കാം. അത് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രാതിനിധ്യം വട്ടപൂജ്യമാണ്. വട്ടപൂജ്യം. നമ്മൾ അറിയണം, നമ്മൾക്ക് കൂടി അവകാശപ്പെട്ട പൊതുപണം എങ്ങോട്ടാണ് ഒഴുകുന്നത്? അത് നമ്മുടെ അടുത്തേക്കല്ല ഒഴുകുന്നത്, സവർണ ജനവിഭാഗങ്ങളിലേക്കാണ് ഒഴുകുന്നത്. നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരാരും തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരായിട്ടില്ല. പുലയ സമുദായത്തിൽ നിന്ന് ധാരാളം കോളേജ് സർവകലാശാല പ്രൊഫസർമാരുണ്ടായിട്ട് പോലും ഇന്ന് വരെ കേരളത്തിൽ ഒരു ദളിതൻ വൈസ് ചാൻസലർ ആയിട്ടില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു ദളിത വൈസ് ചാൻസലർ ആകാത്തത്? ഒരു ദളിത് പുരുഷൻ വൈസ് ചാൻസലർ ആകാത്തത് എന്തുകൊണ്ടാണ്? കേരളം ഇപ്പോഴും ജാതി മൂല്യങ്ങൾ, ജാതി വരേണ്യത കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണിത്. നമ്മളറിയണം, കേരളത്തിലെ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും സംവരണമില്ല. നമുക്ക് സംവരണം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ സംവരണം മുഴുവൻ പട്ടികജാതിക്കാർ അടിച്ചോണ്ട് പോകുന്നേ എന്നുള്ളതായിരുന്നു വിലാപം. ഇപ്പോൾ EWS-കാരന് 6000-ൽ താഴെ മാർക്ക് കിട്ടിയിട്ടും MBBS-ന് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടുന്ന സ്ഥിതിയായിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ SC/ST വിഭാഗത്തിനെക്കാട്ടിലും ഏറ്റവും താഴ്ന്ന മാർക്കുള്ളവ EWS-കാർ. ആരാണ് EWS-കാർ? സവർണർ. അവർ MBBS-കാരും എഞ്ചിനീയർമാരായിട്ട് മാറുന്ന അവസ്ഥാവിശേഷം. പണ്ട് പട്ടികജാതിക്കാർക്ക് സംവരണം കിട്ടി പഠിച്ചിറങ്ങുമ്പോൾ, ഡോക്ടർമാരായി എഞ്ചിനീയർമാരായി അവർ പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ ഇവിടുത്തെ സവർണ മേധാവികൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ സംവരണത്തിലൂടെ പഠിച്ചു വന്ന പട്ടികജാതിക്കാർ ഡോക്ടർമാരായാൽ അവരുടെ സർജറി ശരിയാവില്ല, അവർ വെക്കുന്ന കെട്ടിടങ്ങളൊക്കെ തകർന്നു പോകും, പാലങ്ങൾ ഉലയും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ 6000-ൽ താഴെ റാങ്കുള്ള സവർണൻ എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ മേടിച്ചപ്പോൾ കേരള സമൂഹത്തിന് ആകുലതയില്ലല്ലോ. എന്തുകൊണ്ടാണ് കേരള സമൂഹത്തിന് അതിനെപ്പറ്റി ആകുലതയില്ലാത്തത്? അപ്പോൾ പട്ടികജാതിക്കാർ സംവരണം മേടിക്കുമ്പോൾ അത് അടിച്ചു മാറ്റുകയാണെന്നും യോഗ്യതയില്ലാത്തത് കൊണ്ടാണെന്നും പറയുകയും, സവർണർ അതേ സംവരണം മേടിക്കുമ്പോൾ അതിലൊരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന രീതിയിൽ ജാതിവരണ്യ മൂല്യബോധങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് മലയാളികളെന്ന് ആര് തിരിച്ചറിയണം? നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ചരിത്ര യാഥാർത്ഥ്യം. ഇതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിൽ 7 പതിറ്റാണ്ടായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 282 സുപ്രീം കോടതി ജഡ്ജിമാരിൽ 252 പേരും സവർണ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. എത്ര പട്ടികജാതിക്കാർ സുപ്രീം കോടതി ജഡ്ജിമാരായി മാറി? വിരലിലെണ്ണാം, 10 പേര്, വിരലിലെണ്ണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് നിന്നും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇപ്പോഴും മാറിപ്പോയിട്ടില്ല എന്നതാണ് ഇതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ എത്രയോ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്, എത്രയോ കണക്കുകൾ. ഞാൻ പറഞ്ഞു വന്നത്, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട്, ഉച്ചഭക്ഷണ പദ്ധതികൾ ആരംഭിച്ചുകൊണ്ട് ഒക്കെ തന്നെ കേരളത്തെ ആധുനികവൽക്കരിച്ചത് ആരാണ്? ജനാധിപത്യവൽക്കരിച്ചത് ആരാണ്? മഹാത്മാ അയ്യങ്കാളിയാണ്. പക്ഷേ നമ്മുടെ ചില സവർണ അക്കാദമിഷ്യന്മാർ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് അറിയണം. വീണ്ടെടുപ്പുകൾ, മാർസിസവും ആധുനികതാ വിമർശനവും എന്ന പ്രൊഫസർ ഡോക്ടർ സുനിൽ പി ഇളയിടത്തിൻ്റെ പുസ്തകത്തിലെ വരികളൊന്ന് വായിക്കാം.
സവർണതയുടെ പ്രത്യയശാസ്ത്ര മണ്ഡലത്തിൽ നിന്നാണ് ആധുനികീകരണത്തിൻ്റെ പല പ്രമാണ സാമഗ്രികളും കണ്ടെടുത്തത്. ദളിതനെയും സ്ത്രീയെയും അപരവൽക്കരിച്ച് ആന്തരവൈരുദ്ധ്യങ്ങൾ നവോത്ഥാനമടക്കമുള്ള ആധുനികീകരണ സംരംഭങ്ങളിൽ ഉണ്ടായിരുന്നതാനും. ഞാൻ പറഞ്ഞതെന്താണ്? നമ്മൾ കണ്ടതെന്താണ്? നമ്മളെ ആധുനികവൽക്കരിച്ചത്, നമ്മൾക്ക് അവകാശങ്ങൾ നേടിത്തന്നത്, കേരളത്തെ ആധുനികവൽക്കരിച്ചത് ആരാണെന്നാണ് പറഞ്ഞത്? അയ്യങ്കാളിയും അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളുമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ പ്രൊഫസർ സുനിൽ പി ഇളയിടം പറയുന്നത് എന്താണ്? ദളിതനെയും സ്ത്രീയെയും അപരവൽക്കരിച്ച് ആന്തരവൈരുദ്ധ്യങ്ങൾ നവോത്ഥാനമടക്കമുള്ള ആധുനികീകരണ സംരംഭങ്ങളിൽ ഉണ്ടായിരുന്നതാനും. ആധുനികീകരണം ഒരു വലിയ പാതകമാണെന്നാണ് ഇളയിടം പറഞ്ഞു വെക്കുന്നത്. ജാതി പാരമ്പര്യത്തിൽ വേരോട്ടമുള്ള നവോത്ഥാന സംരംഭങ്ങൾക്കെല്ലാം കേരളീയ ജീവിതത്തിൽ ഇപ്പോഴും തുടർച്ചയുള്ളപ്പോൾ ജാതിമത നിരപേക്ഷമായി ഉയർന്നു വന്ന മലയാള ജീവിതത്തിലെ ആദ്യത്തെ പ്രോലിറ്ററേറ്റിയൻ പ്രസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം കുറ്റിയറ്റുപോയതിൻ്റെ കാരണവും മറ്റൊന്നല്ല. എന്താണ് മഹാത്മാ അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം കുറ്റിയറ്റുപോകാൻ കാരണമെന്ന് ഇളയിടം കണ്ടെത്തുന്നത്? അതിൽ ആധുനികീകരണത്തിൻ്റെ ചില കണികകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം കുറ്റിയറ്റുപോയതെന്നാണ് ആരുടെ കണ്ടുപിടുത്തം? ഇളയിടത്തിൻ്റെ കണ്ടുപിടുത്തം. ഇത് നമ്മൾ വകവെച്ച് കൊടുക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനികവൽക്കരണമാണ് യഥാർത്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളി നടത്തിയത്. കാരണം ഈ ഇന്ത്യ മഹാരാജ്യം, ഈ കേരളം ഒരു ചാണകക്കുഴിയായിരുന്നു. ചാണകപ്രദേശമെന്ന് പേര് മാറ്റി വിളിച്ചാൽ പോലും അത്ഭുതത്തിന് അവകാശമില്ല. ഈ ചാണകക്കുഴിയെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഇടമായി മാറ്റിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. വില്ലുവണ്ടിയുമായി പാഞ്ഞു കയറി രാജവീതികളെ പൊതുവീതികളാക്കി മാറ്റിയത് അയ്യങ്കാളിയാണ്. ആധുനികവൽക്കരിച്ചു. എന്താണ് ആധുനികീകരണം? ജനാധിപത്യവൽക്കരണം തന്നെയാണ്. ആധുനികവൽക്കരണത്തിൻ്റെ മൂല്യമാണ് ജനാധിപത്യവും മതനിരപേക്ഷതയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും മുതലായ സങ്കല്പങ്ങളെല്ലാം തന്നെ. ഈ മൂല്യങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം തകർന്നു പോയതെന്നാണ് ഇളയിടം വിലപിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ വളച്ച് കെട്ടി പറയുന്ന എഴുത്തിലുള്ളത് എന്താണ്? തനി ഹിന്ദുത്വവാദമാണ് ഇവർ പറയുന്നത്. ചുരുക്കത്തിൽ നമ്മൾ അയ്യങ്കാളിയുടെ ജീവിതത്തിലൂടെ വളരെ ആദരവോടുകൂടി കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയുന്ന ചില കാര്യങ്ങളുണ്ട്. അയ്യങ്കാളി ഉണ്ടാക്കിയത് ഏതെങ്കിലും പുലയ സമുദായ സംഘടനയായിരുന്നില്ല. അയ്യങ്കാളി സൃഷ്ടിച്ചെടുത്ത എന്താണ്? സാധുജന പരിപാലന സംഘമാണ്. എന്താണ് സാധുജനം? സാധുജനം എന്ന പരികൽപ്പനയിലൂടെ അടിച്ചമർത്തപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ഒരൈക്യ മുന്നണിയാണ് ആര് സങ്കല്പിച്ചെടുത്തത്? അയ്യങ്കാളി സങ്കല്പിച്ചെടുത്തത്. ഇതൊരു ജ്ഞാനമാണ്. ഇത് മറ്റാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അയ്യങ്കാളിയെയും നാരായണ ഗുരുവിനെയൊക്കെ ജാതിവാദികളായി അടയാളപ്പെടുത്താനുള്ള ശ്രമം വളരെ കാര്യക്ഷമമായിട്ട് ഇന്നത്തെ കാലത്ത് നടന്നു വരുന്നുണ്ട്. നായർ സമാജം രൂപീകരിച്ചവർ മതേതരവാദികളാവുകയും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും സാധുജന പരിപാലന സംഘവും സ്ഥാപിച്ച അയ്യങ്കാളിയും നാരായണ ഗുരുവും ജാതിവാദികളും ആക്കപ്പെടുന്ന സമകാലീന കേരളത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി നമ്മൾ അറിയണം. ഡോക്ടർ ബിജുവിൻ്റെ സിനിമ ഓസ്കാർ എൻട്രി ലഭിച്ചപ്പോൾ VK ചെറിയാൻ എന്ന് പറയുന്ന സവർണ ക്രിസ്ത്യാനി ഫേസ്ബുക്കിൽ എഴുതിയത് ഓസ്കാറിൽ എന്താ അയ്യങ്കാളിയുടെ പേരിൽ അവാർഡുണ്ടോ എന്നാണ് ഇന്നലെ VK ചെറിയാൻ എന്ന് പറയുന്ന സവർണ ക്രിസ്ത്യാനി ഫേസ്ബുക്കിൽ എഴുതിയത്. അതെന്താണ്? അയ്യങ്കാളിയുടെ പേരിലുള്ള അവാർഡിന് VK ചെറിയാൻ ഇത്ര കുറച്ചിൽ? VK ചെറിയാൻ്റെ മനസ്സിൽ അയാൾ ക്രിസ്ത്യാനിയാണെങ്കിലും അയാളുടെ നെഞ്ചിൽ കുറുകെ കിടക്കുന്നത് പൂണൂലും അയാളിട്ടിരിക്കുന്ന അണ്ടർഗാർമെൻറ്റ് കാവിക്കളസവുമാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. കാവിക്കളസമാണ്. കൗവീനം ധരിച്ചിരിക്കുന്നു. കാവി നിറത്തിലുള്ള കൗവീനം ധരിച്ചിരിക്കുന്നു. VK ചെറിയാനെ പോലെയുള്ള സവർണഗൂഢ സംഘങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുത്തിരിക്കും. അതുകൊണ്ട് ഇന്നലെ വരെ വലിയ ലേഖനങ്ങൾ എഴുതി
ദളിത് സമുദായത്തെ പേടിപ്പിച്ച് കളയാം എന്നാരെങ്കിലും വിചാരിച്ചാൽ ഇന്ന് 1000 തൂലികയുമായി അയ്യങ്കാളിയുടെ പോരാട്ടവീര ഏറ്റെടുക്കുന്ന 10,000-കണക്കിന് ചെറുപ്പക്കാരുടെ സമുദായമായി ഇന്ന് നമ്മുടെ സമുദായം മാറി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് കളി ഞങ്ങളോട് വേണ്ടാന്നാണ് അവരോട് പറയാനുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും പഴയ പുരാണ പട്ടത്താനങ്ങൾ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് സിനിമാ സംവിധായകരുണ്ടായിട്ടുണ്ട്, സിനിമാ നടന്മാരുണ്ടായിട്ടുണ്ട്, എഴുത്തുകാർ, ലോകമറിയുന്ന പ്രതിഭാശാലികളെ സൃഷ്ടിച്ച ഒരു സമുദായമാണ് ദളിത് സമുദായം. ഇന്ത്യൻ ഭരണഘടനയുടെ വിധാതാവിനെ സൃഷ്ടിച്ച് ഇന്ത്യക്ക് ലോകത്തിന് സംഭാവന നൽകിയൊരു സമുദായമാണ് ദളിത് സമുദായം. നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല, ലോകത്തിന് മുമ്പിൽ ഏറ്റവും അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ഒരു സമുദായമാണ് നമ്മുടെ സമുദായം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. അത് വളരെ പ്രധാനമെന്ന് തോന്നുന്നുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മാതൃഭൂമി വാരാന്ത പതിപ്പിൽ KP രാമനുണ്ണി എന്ന് പറയുന്ന കഥാകൃത്ത് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ, ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ സാരസ്വത രഹസ്യം. എന്താണ്? എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ, ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ സാരസ്വത രഹസ്യം എന്നുള്ളതായിരുന്നു ലേഖനത്തിൻ്റെ ടൈറ്റിൽ. ഇതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ, നിങ്ങളെ വിഷമിപ്പിക്കത്തില്ല കേട്ടോ, പേടിക്കണ്ട. ആ ലേഖനത്തിൻ്റെ ആമുഖവാചകം ഇങ്ങനെയാണ്: ഒരു സാഹിത്യകൃതി വേദഗ്രന്ഥം പോലെ വിളക്ക് വെച്ച് വായിക്കുക, ആ കൃതിയുടെ രചയിതാവിനെ ഭാഷാപിതാവായി ഘോഷിക്കുക, ലോകത്ത് മലയാളത്തിൽ മാത്രം സംഭവിച്ച മഹാത്ഭുതമായിരിക്കും ഇത്. ഏത്? ബ്രാഹ്മണരുടെ കാലിലെ പൊടി ഹൃദയം ശുദ്ധീകരിക്കണമെന്ന് പറയുന്ന പുസ്തകം സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് വായിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം. താജ്മഹൽ ഒന്നും ഇദ്ദേഹത്തിന് മുമ്പിൽ അത്ഭുതമേ അല്ല. എന്തുകൊണ്ടാണ് ഇത് അത്ഭുതമായിട്ട് തോന്നുന്നത്? ലോക ചരിത്രത്തെ പഠിക്കാത്തത് കൊണ്ട് രാമായണം പോലൊരു പുസ്തകം അത്ഭുതമായിട്ട് തോന്നും. അത് ലോകത്തെപ്പറ്റി അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. പുതിയ പുതിയ ചിന്തകളെപ്പറ്റി പഠിക്കാത്തതുകൊണ്ട്. AI വന്ന കാലത്ത് രാമായണം വലിയ പുസ്തകമാണെന്ന് പറയണമെങ്കിൽ തലയിൽ മസ്തിഷ്കമല്ല, ചാണകമായിരിക്കണം. ചാണകം. നോക്കൂ, ഈ ലേഖനത്തിൽ പറയുന്ന കാര്യമാണ് എങ്ങനെ ഒരു നല്ല പുത്രനാകാം, സഹോദരനാകാം, സുഹൃത്താകാം, ഭർത്താവാകാം, ഭരണാധിപനാകാം എന്നതിൻ്റെ പ്രകടന പത്രികയാണല്ലോ അധ്യാത്മരാമായണത്തിലെ മര്യാദാ പുരുഷോത്തമനായ രാമൻ. ഈ രാമനെപ്പറ്റി നാരായണ ഗുരുസ്വാമി പറഞ്ഞ എന്താണ്? രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു. ഈ രാമനായിരുന്നു നാട് ഭരിക്കുന്നതെങ്കിൽ എൻ്റെ തലയും കൂടി പുള്ളി വെട്ടിയാനെന്നാണ് ആര് പറഞ്ഞത്? നാരായണ ഗുരു പറഞ്ഞത്. കെട്ടിയ പെണ്ണിനെ ഗർഭിണിയായപ്പോൾ കാട്ടിക്കൊണ്ട് കളഞ്ഞ ആളുടെ പേരാണ് മര്യാദാ പുരുഷു. നമ്മൾ അറിയണം ഇതൊക്കെ. മനുഷ്യരെ ആനയും പൂനയും പോലെ അസമമാക്കുന്ന ജാതി വ്യവസ്ഥയായിരുന്നു അക്കാലത്തെ മറ്റൊരു ജീർണത. എൻ്റെ വാക്കുകളല്ല കേട്ടോ, KP രാമനുണ്ണിയുടെ വാക്കുകളാണ്. ജാതിനാമാദികൾക്കല്ല, മനുഷ്യൻ്റെ ഗുണഗണങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് ചുമ്മാ പറയുക മാത്രമല്ല എഴുത്തച്ഛൻ ആ വിഷയത്തിൽ ചെയ്തത്. ഏറ്റവും അനുകരണീയനായ ഈശ്വര തുല്യനായ തൻ്റെ കഥാപാത്രത്തെ തീർത്തും ജാതിവിരുദ്ധനായി അദ്ദേഹം ചിത്രീകരിച്ചു. എഴുത്തച്ഛൻ രാമനെ ജാതിവിരുദ്ധനായി ചിത്രീകരിച്ചു. ഈ ലേഖനത്തിന് തുടക്കത്തിൽ പറഞ്ഞ് ഈ വിളക്ക് വെച്ച് വായിച്ചെന്നാണല്ലോ പറയുന്നത്. ഈ വിളക്ക് വെച്ച് വായിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ പല അക്ഷരങ്ങളും കാണത്തില്ല. രാമനുണ്ണിയോടുള്ള എൻ്റെ അഭ്യർത്ഥന, വിളക്ക് മാറ്റിയിട്ട് ട്യൂബ് ലൈറ്റ് വന്നിട്ടുണ്ട്. ആ ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ രാമായണം വായിക്കുമ്പോൾ അതിലൊരു വരി കാണാം: മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്കമാമടു. ഭൂമിയിൽ ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ എന്നെ പൂജിക്കാമെന്ന് പറഞ്ഞ രാമൻ എങ്ങനെ ജാതിവിരുദ്ധനാകുന്നത്? എവിടുന്ന് കിട്ടി രാമനുണ്ണിക്ക് കണ്ടുപിടുത്തം? രാമായണത്തിലില്ലാത്തതെല്ലാം രാമായണത്തിൽ ആരോപിക്കുക. രാമായണത്തിൽ സമത്വം ഉണ്ടെന്നാണ് പറയുന്നത്. സമത്വം നമുക്ക് നേടുത്തുന്ന അയ്യങ്കാളിയാണ്, അല്ല രാമായണമല്ല. നോക്കൂ, ഒരു ആദിവാസി വൃദ്ധയായ ശബരിയെ ശ്രീരാമൻ വാസസ്ഥലത്തിയെന്ന് കാണുന്നു. സ്നേഹാദരത്തോടെ അവരുടെ ഭക്തിയെ സ്തുതിക്കുന്നു. ശബരി സമ്മാനിച്ച പഴവർഗ്ഗങ്ങൾ അശുദ്ധിയുടെ സംശയലേശമില്ലാതെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അമ്പട പുളുസു, ഇതാണ് ഇത്ര വലിയ കാര്യം. നമ്മൾ മനുഷ്യർക്കിടയിൽ സ്നേഹമുള്ള മനുഷ്യരെല്ലാം പരസ്പരം ആഹാരം കൊടുക്കും, വാങ്ങും, കഴിക്കും, ഇല്ലേ? ഇതിത്ര മഹത്വമാണെന്ന് പറയുന്നതിന് കാരണം എന്താ? ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്ത് രാമൻ കീഴാള സ്ത്രീയായ ശബരിയിൽ നിന്ന് പഴം വാങ്ങിച്ച് കഴിച്ചു. ഗിന്നസ് റെക്കോർഡ് കൊടുക്കേണ്ട സംഭവമാണ്. ജ്ഞാനപീഠം കൊടുക്കണം അതിന്.
ഇതൊക്കെയാണ് രാമനുണ്ണിയുടെ വലിയ കണ്ടുപിടുത്തം. അയ്യങ്കാളിയെ സംബന്ധിച്ച് ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. വില്ലുവണ്ടിയുമായി പുള്ളി പോരാട്ടം നടത്തുമ്പോഴാണ് പഴം മേടിച്ച കാര്യം പറയുന്നത്. നമ്മളൊരു തമാശ പറയുമല്ലോ, ഈ ആനയുടെ കാര്യം പറയുന്നിടത്താണ് ചേനയുടെ കാര്യം എന്ന് പറയുന്ന പോലെ ഇവിടെ വില്ലുവണ്ടിയുമായി വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശബരിയുടെ കയ്യിൽ നിന്ന് പഴം വാങ്ങിച്ചു നിന്ന് ആ വിപ്ലവം എന്ന്. ശബരിയുടെ കയ്യിൽ നിന്ന് പഴം വാങ്ങിച്ചു നിന്നല്ല വിപ്ലവം. വില്ലുവണ്ടിയുമായി തിരുവനന്തപുരത്തെ ഹിന്ദു രാജാക്കന്മാരുടെ നെഞ്ചിലൂടെ വണ്ടി വായിച്ചതാണ് വിപ്ലവം എന്നാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു വരി, അതേപോലെ തന്നെയായിരുന്നു താഴ്ന്ന ജാതിക്കാരനും തോണിക്കാരനുമായ ഗുഹനോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും. നോക്കൂ, 2025 മലയാള ഭാഷയിലെ ഒരു പ്രധാനപ്പെട്ട പ്രമുഖ പത്രത്തിൽ എഴുതുന്നതാണ് താഴ്ന്ന ജാതിക്കാരനെന്ന്. ഇതെഴുതാൻ ഈ കെ പി രാമനുണ്ണിക്ക് എങ്ങനെ ധൈര്യം വന്നു താഴ്ന്ന ജാതിക്കാരെന്ന് എഴുതാൻ? ഇന്ത്യൻ ഭരണഘടന എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുമ്പോഴാണ് ഈ കെ പി രാമനുണ്ണി പ്രവൃത്തികളുടെ പക്കലുള്ളത് നൂറ്റാണ്ടുകളുടെ ജീർണിച്ച ജാതി ഭാഷയാണ്. നൂറ്റാണ്ടുകളുടെ ജീർണിച്ച ജാതി ഭാഷ. അതുകൊണ്ടാണ് അദ്ദേഹം എന്തെഴുതുന്നത്? താഴ്ന്ന ജാതിക്കാരൻ എഴുതുന്നത്. തോണിക്കാരനായിരുന്നു ഗുഹൻ. വസ്തുതാവിരുദ്ധമായ പരാമർശമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഗുഹൻ ആരല്ല? തോണിക്കാരനല്ല, കാട്ടിലെ രാജാവായിരുന്നു, കാടിൻ്റെ അധിപനായിരുന്നു ഗുഹൻ എന്ന് ആര് പറയുന്നു? വാൽമീകി രാമായണവും എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണവും പറയുന്നുണ്ട്. കാടിൻ്റെ രാജാവായിരുന്നു ഗുഹനെ കെ പി രാമനുണ്ണി എന്താക്കി? തോണിക്കാരനാക്കി എന്നുള്ളതാണ്. മറ്റൊരു പരാമർശം, എന്തിന് പക്ഷിയായ ജടായുവിനെ പിതൃതുല്യനായും സുഗ്രീവ ഹനുമാന്മാരെ സഹോദരരായും ശ്രീരാമൻ കാണുന്നു. ശബരി ഗുഹൻ ബന്ധം രാഷ്ട്രീയ ശരിയാണെങ്കിൽ പക്ഷിവാനര ചർച്ചയിൽ ശാസ്ത്രീയമായ ശരി കൂടിയുണ്ട്. മനുഷ്യനേക്കാൾ 1497 ലക്ഷം വർഷം മുമ്പ് ഉത്ഭവിച്ച പക്ഷികുലത്തിലെ ജടായുവിനോട് പിതൃഭക്തിയോടെയല്ലാതെ എങ്ങനെയാണ് ത്രികാലജ്ഞാനിയായ ശ്രീരാമൻ പെരുമാറുക? രാമായണത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ച ഫാദർ കാമൽ ബുൽക്കെ പറയുന്നത് ജടായു ഒരു പക്ഷിയല്ല, അത് തദ്ദേശീയ ജനവിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ കുലചിഹ്നം എന്ന് പറഞ്ഞാൽ ദളിതരും ആദിവാസികളൊക്കെയാണ് ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത്. ആ ദളിത ആദിവാസി വിഭാഗങ്ങൾ ഗോത്ര മനുഷ്യരായി ജീവിച്ച കാലത്ത് പക്ഷികളും വാനരന്മാരും ഒക്കെ ആയിരുന്നു ഗോത്രചിഹ്നങ്ങൾ, കുലചിഹ്നങ്ങൾ അല്ലെങ്കിൽ ടോട്ടം. ഈ ഒരു അടിസ്ഥാനപരമായ നരവംശാസ്ത്ര വിവരം പോലും മനസ്സിലാക്കാതെയാണ് ജടായുവിനെ കേവലം പക്ഷിയായി അവതരിപ്പിക്കുന്നത്? കെ പി രാമനുണ്ണി അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെ കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തച്ഛൻ അസമത വക്താക്കളായ ബ്രാഹ്മണരെ സ്തുതിച്ചത് ശരിയായോ എന്ന് ചിലർക്ക് ശങ്കയുണ്ട്. ശങ്കാവിഷയത്താൽ അവർ അദ്ദേഹത്തെയും അധ്യാത്മരാമായണത്തെ നിരന്തരം ഭർസിക്കുന്നുണ്ട്. മനുഷ്യ സമത്വമുണ്ടോ? ബ്രാഹ്മണൻ്റെ കാൽപ്പൊടി ഹൃദയത്തിൽ അണിയലല്ലേ മൂപ്പരുടെ പരിപാടി? അതിനാൽ രാമായണ പാരായണം ഭരണഘടനാ വിരുദ്ധ പ്രവൃത്തിയല്ലേ എന്നെല്ലാമാണ് ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും രാമായണ പാരായണം ഭരണഘടനാ വിരുദ്ധമായൊരു പ്രവൃത്തിയാണ്. കാരണം രാമായണം സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പോരാടി നേടിയത് വിപുലമായ ഒരു പോരാട്ട ചരിത്രത്തിലാണ്. ആ പോരാട്ട ചരിത്രം മഹാത്മാ ഭൂലെയിൽ ആരംഭിച്ച് കേരളത്തിൽ പൊയ്കയിൽ അപ്പച്ചനിലൂടെയും നാരായണ ഗുരുസ്വാമികളിലൂടെയും മഹാവീരനായ അയ്യങ്കാളിയിലൂടെയും തുടരുന്ന ഒരു പ്രക്രിയയാണ് ഈ പോരാട്ടം എന്ന് പറയുന്നത്. അത് ഭരണഘടനയിൽ എത്തിച്ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹം പറയുന്നത് രാമായണത്തിൽ പറയുന്ന ബ്രാഹ്മണർ ബ്രഹ്മജ്ഞാനികളെ പറ്റിയാണ് പറയുന്നതാണ് കെ പി രാമനുണ്ണി പറയുന്നത്. ബ്രഹ്മജ്ഞാനികൾ, ഇപ്പം നമ്മളെ അതാ പറഞ്ഞാണല്ലോ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? ബ്രഹ്മജ്ഞാനികളാകാം, ഇല്ലേ? അങ്ങനല്ലേ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്രഹ്മം എന്ന പദത്തിന് ശങ്കരാചാര്യർ ബൃഹദാരണ്യകോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ അർത്ഥം കൊടുക്കുന്നുണ്ട്. ബ്രാഹ്മണജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിധീയതേ. ബ്രാഹ്മണജാതിയുടെ അഭിമാനം ഹേതുവായി ബ്രഹ്മത്തെ ആ പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണജാതിയുടെ അഭിമാനത്തിൻ്റെ മറ്റൊരു പേരാണ് ബ്രഹ്മം. അപ്പോൾ നമ്മൾ ഈ ബ്രഹ്മത്തിൻ്റെയൊക്കെ പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അയ്യങ്കാളി പോയിട്ടില്ല ബ്രഹ്മത്തിൻ്റെ വഴിയിൽ. കാരണം ഈ സദാനന്ദ സ്വാമികൾ ബ്രഹ്മം എന്നും പറഞ്ഞുകൊണ്ടാണ് അയ്യങ്കാളി എടുത്ത് നടന്നത് കുറേ കാലം, ചിൽസഭ എന്നൊക്കെ പറഞ്ഞിട്ട്.
അയ്യങ്കാളി അതൊന്നും ചെവിക്കൊണ്ടില്ല. ഈ ചിൽസഭയെ കൊണ്ടോ ഈ ബ്രഹ്മത്തെ കൊണ്ടോ തൻ്റെ സമുദായം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് സദാനന്ദ സ്വാമികളെയും ചിൽസഭയെയും സമ്പൂർണ്ണമായി മഹാത്മാ അയ്യങ്കാളി കൈയൊഴിഞ്ഞത് എന്നുള്ളതാണ്. അതുകൊണ്ട് അയ്യങ്കാളി കൈയൊഴിഞ്ഞ ബ്രഹ്മത്തെ നമ്മൾ തലയിൽ കൊണ്ടു നടക്കേണ്ടതായിട്ടുണ്ടോ? ആലോചിക്കണം. ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞു, ബ്രഹ്മം എല്ലായിടത്തും ഉണ്ട് എന്നാണ് അവകാശവാദം. അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണനിലുള്ള ബ്രഹ്മം പുലയരിലും കാണണമല്ലോ, വേണമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ബ്രാഹ്മണർ പുലയരോട് അയിത്തം കാണിക്കുന്നത്? കാരണം ബ്രാഹ്മണരുടെ തത്വമസ്യാദി വാക്യങ്ങളും അവരുടെ ബ്രഹ്മസങ്കല്പവും സമ്പൂർണമായ കാപട്യമാണ്. ഒരിക്കൽ പോലും ഇന്ത്യൻ ബ്രാഹ്മണ്യം സമൂഹത്തിൽ അവരുടെ തത്വമസ്യാദി വാക്യങ്ങൾ ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ്. തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് ചണ്ടാളന്മാരെ യാഗശാലയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. തത്വമസി പറഞ്ഞിരിക്കുന്ന ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വിമോചനാത്മകമായ അടയാളം ഉപനിഷത്തോ രാമായണമോ മഹാഭാരതമോ വീണ പിടിച്ചിരിക്കുന്ന യുവതിയോ സാരി ചുറ്റിയ മറ്റൊരു യുവതി ഉണ്ടല്ലോ, ഭാരതാംബ എന്നും പറഞ്ഞ ഇപ്പോൾ പുള്ളിക്കാരിയെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ യുവതികൾ ഈ ചെറുപ്പക്കാരികളായ യുവതികളല്ല, ഈ ചെറുപ്പക്കാരികളല്ല. നമ്മുടെ വിമോചനത്തിൻ്റെ അടയാളം മഹാത്മാ അയ്യങ്കാളിയും ഇന്ത്യൻ ഭരണഘടനയുമാണ് എന്നുള്ളതാണ്. മഹാത്മാ അയ്യങ്കാളിയും ഇന്ത്യൻ ഭരണഘടനയുമാണ് നമ്മുടെ അടയാളം, ഇവരൊന്നുമല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുറച്ച് നേരമായിട്ട് അവസാനിപ്പിക്കാൻ പറയുന്നുണ്ട്, പക്ഷേ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതായിരിക്കും ചിന്തിക്കുന്നത്. അത് പ്രസംഗത്തിൻ്റെ മറ്റൊരു തന്ത്രമാണ്. ഇപ്പോൾ അവസാനിപ്പിക്കുമല്ലോ എന്ന് നിങ്ങൾ ആശ്വസിക്കുമ്പോൾ എനിക്ക് അടുത്ത ആശയം പറയാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം കൂടെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. എന്തായാലും ഇനിയും നീട്ടുന്നില്ല. ഈ ലേഖനത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയും: അധ്യാത്മരാമായണം ഉദ്ഘോഷിക്കുന്ന അഭേദബോധമാണ് ഇന്ത്യൻ ധാർമ്മികതയുടെ ശരിയായ അടിത്തറ. കെ.പി. രാമനുണ്ണിയുടെ ലേഖനം. പാശ്ചാത്യമായ കോട്ടും സൂട്ടും ധരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭരണഘടനയുടെ ആത്മാവിനകത്ത് കുടികൊള്ളുന്നത് ഇതേ ധാർമ്മികതയാണ്. ഭരണഘടനയ്ക്കകത്ത് കുടികൊള്ളുന്നതേ അധ്യാത്മരാമായണത്തിൻ്റെ ധാർമ്മികതയാണെന്നാണ് രാമനുണ്ണിയുടെ കണ്ടുപിടുത്തം. രാമനുണ്ണിയുടെ കണ്ടുപിടുത്തം ഹിന്ദുത്വത്തിൻ്റെ ചാണകക്കുഴിയിലേക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്ന ലേഖനമാണ് എന്ന് പറയാതെ നിവർത്തിയില്ല. അദ്ദേഹം എഴുതുന്നു, അതുകൊണ്ട് കർക്കടക മാസത്തിലെ രാമായണ പാരായണം ഭരണഘടനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനമല്ല, അനുകൂലമായ പ്രവർത്തനമാണ്. അംബേദ്കർ ആശങ്കപ്പെട്ട ഭരണഘടനയുടെ ചുട്ടുകരിക്കൽ ഭാവിയിൽ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുമാണ്. നോക്കണേ, കർക്കടക മാസത്തിൽ 31 ദിവസം രാമായണം വായിക്കുന്നത് ഭരണഘടനാ സംരക്ഷണ യജ്ഞമാണ് പോലും. ഇപ്പം കാര്യങ്ങളെല്ലാം മാറി. ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇപ്പം കെ.പി. രാമനുണ്ണി കണ്ടുപിടിച്ചിരിക്കുന്നത് കർക്കടക മാസത്തിൽ രാമായണം വായിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ നേടിയെടുത്ത പോരാട്ടങ്ങളെ, നമ്മൾ നേടിയെടുത്ത അവകാശങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ രാമനുണ്ണി പ്രവൃത്തികൾ രാമായണവുമായിട്ട് പുറത്തോട്ടിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തുമായിട്ടായിരിക്കണം ഇനി പുറത്തോട്ടിറങ്ങേണ്ടത്? നിങ്ങൾ പറയണം. ഈ രാമനുണ്ണി പ്രവൃത്തികൾ രാമനാമം ജപിച്ചുകൊണ്ട് രാമായണവുമായി ഇന്ത്യയിലെ ദളിതരെ ആദിവാസികളെയും അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉറക്കെ വിളിക്കേണ്ടത് മഹാത്മാ അയ്യങ്കാളിയുടെ നാമമായിരിക്കണം. ജയ് ഭീം എന്ന് പറയുന്ന നാമമായിരിക്കണം. ഈ ജയ് ഭീം എന്ന് പറയുന്ന നാമവും മഹാത്മാ അയ്യങ്കാളിയുടെ നാമവും മാത്രമേ, ആ പോരാട്ടങ്ങൾ മാത്രമേ, ആ പോരാട്ടത്തിൻ്റെ ചരിത്രം മാത്രമേ നമ്മളെ രക്ഷിക്കാൻ ഉണ്ടാവുകയുള്ളൂ. ഈ രാമായണവും മഹാഭാരതവും നമ്മളെ രക്ഷിക്കാൻ ഒരു കാലത്തും ഉണ്ടായിട്ടുമില്ല, ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം. അതുകൊണ്ട് മഹാവീരനായ അയ്യങ്കാളിയുടെ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ നേടിയെടുത്ത പോരാട്ടങ്ങൾ പലതിലും ഹിന്ദുത്വവാദികൾ, ഭരണകൂട ശക്തികൾ അതൊക്കെ സമ്പൂർണ്ണമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ജാഗരൂകരായിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. SC/ST അട്രോസിറ്റി ആക്ടിനെ പലതരത്തിൽ ലളിതവൽക്കരിച്ച് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടത് ഹീനമായ ആക്രമണമാണ്. കുടിക്കാൻ ദാഹജലം ചോദിച്ചപ്പോൾ ആ യുവതിയോട് കേരളത്തിലെ പോലീസ് ഏമാന്മാർ പറഞ്ഞത് കക്കൂസിൽ പോയി വെള്ളം കോരി കുടിക്കാനാണ്.
ഈ രീതിയിൽ ദളിത് ജനവിഭാഗങ്ങളോടല്ലാതെ മറ്റാരോടും പെരുമാറാൻ കേരളത്തിലെ ഒരു പോലീസ് ഭരണകൂടത്തിനും കഴിയില്ല. ഇനിയെങ്കിലും ഇത്തരം പരിപാടികൾക്ക് നമ്മൾ അനുവദിക്കില്ല എന്നാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കേണ്ടത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോരാട്ടവുമായി നമ്മൾ റോഡിലേക്ക് ഇറങ്ങണം. വീടിനകത്ത് കുടുംബവിളക്കവും കുത്തുവിളക്കും കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് കണ്ട് കരഞ്ഞ് ചെമ്പിനകത്ത് കണ്ണീർ വാർത്തിട്ടും കാര്യമില്ല. നമ്മുടെ ഈ കുട്ടികൾ അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കണമെങ്കിൽ പോരാടുക മാത്രമേ നിവർത്തിയുള്ളൂ. ആ പോരാട്ടത്തിൻ്റെ മഹത്തായ അടയാളവാക്യമാണ്, ചരിത്രപരമായ നീതിയുടെ അടയാളവാക്യമാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതവും പോരാട്ടവും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പോരാട്ടത്തിൻ്റെ കനലുകളെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ച് ഊതിക്കാച്ചി പൊന്നുപോലെ എടുത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം മഹാത്മാ അയ്യങ്കാളിയുടെ ചിന്തകളെ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഷൺമുഖ സമൃദ്ധിനി സഭയുടെ ഭാരവാഹികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ തീരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ആത്മസഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹാഭിവാദ്യങ്ങൾ. നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷവും സ്നേഹവും നിറഞ്ഞ മനസ്സോടുകൂടി ഇവിടെ രേഖപ്പെടുത്തുന്നു. നമുക്കിനിയും കാണാം. ജയ് ഭീം.